ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാലഘട്ടമാണ്. നമ്മൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടല്ല ഇത് സംഘടിപ്പിക്കുന്നത്. ചിലരൊക്കെ അങ്ങനെ ഭയപ്പെടുകയോ അല്ലെങ്കിൽ ഭയപ്പെടുത്തുകയോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യോഗം ചേർന്നാൽ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിനെ കുത്താനാണെന്നൊക്കെ ചിലർ പറയും. അങ്ങനെ ഒരു ആവശ്യം നമുക്കില്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ പറയാതിരിക്കാൻ പറയുന്നത് ഞങ്ങൾക്കൊരു പേടിയില്ല. അതും പറയേണ്ടതാണെങ്കിൽ പറയും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തെറ്റ് ചെയ്യുന്നത് ആരാണെങ്കിലും പറയേണ്ടത് പറയണം. നമുക്ക് രാഷ്ട്രീയമാണ് ഉണ്ടായിക്കോട്ടെ, തിരക്കടൊന്നുമില്ല. രാഷ്ട്രീയത്തിന് ഇസ്ലാം എതിരല്ല. രാഷ്ട്രീയം ഇസ്ലാമിനെതിരാവുന്നിടത്ത് നമുക്ക് പാടില്ല. ഏത് രാഷ്ട്രീയമായാലും ഇസ്ലാമിനെതിരാകുന്ന, അല്ലെങ്കിൽ അതായത് ഇസ്ലാം എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ സമസ്ത ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനെ വിമർശിക്കുന്ന വേദികളായി രാഷ്ട്രീയ പാർട്ടിൻ്റെ വേദികൾ ഉപയോഗിക്കാൻ പാടില്ല. മനസ്സിലാക്കണം. അത് നമ്മൾ വിമർശിക്കണ്ടേ. ഉമർ ഫൈസ് പ്രസംഗിക്കുന്നവർക്ക് നിങ്ങളൊരു പക്ഷേ വിമർശനം പറഞ്ഞേക്കും, അയാൾ അങ്ങനെ തന്നെയാണ്, പണ്ടേ സഖാവാണെന്നൊക്കെ പറയും. അത് നിങ്ങൾ പറഞ്ഞോളി. പക്ഷെ ഞാൻ എവിടെയും സഖാവായിട്ടൊന്നുമില്ല, നിങ്ങളാക്കിയായിട്ടാവില്ല. ഞാൻ സമസ്തക്കാരനാണ്. അതിനെക്കുറിച്ചാണ് സഖാവ് എന്ന് പറയുന്നതെങ്കിൽ അൽഹംദുലില്ലാ സന്തോഷമാണ്. ഇനി സമസ്തയുടെ വേദി, സമസ്തയിൽ പറയേണ്ടതിനെ എതിർത്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വേദിയിൽ തവസ്സുൽ ഇസ്തിഗാസിനെ എതിർക്കുകയാണ്. ആ പാർട്ടിനെ എതിർക്കേണ്ടി വരൂലേ? ആ പാർട്ടിയുടെ നേതൃത്വം കൊടുക്കുന്നത് മഹാന്മാരാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് അവർ ചിന്തിക്കണ്ടേ, അവർ തടുക്കണ്ടേ? ഇടയാളന്മാരെ ഞാൻ ആക്കൂല എന്ന് അതിൻ്റെ ഒരു ജനറൽ സെക്രട്ടറി പറഞ്ഞാൽ അതിനെ എതിർക്കേണ്ടത് അതിൻ്റെ പ്രസിഡന്റിലൊക്കെ ദീനുണ്ടെങ്കിൽ പറയണ്ടേ? ഇവരെ പറഞ്ഞില്ല. വേറെ ഒരുത്തം പറഞ്ഞു, എന്താണ് അമ്മൻ്റെ പേരെന്താ? അമൃതാനന്ദമായ അമ്മനെ കെട്ടിപ്പിടിക്കലും മക്കാമിലൊക്കെ പോയി പച്ച വിരിക്കലും ഒരുപോലെയാണ് എന്ന് പറഞ്ഞാൽ വഹാബികൾ കൂടി പറയാത്ത വാക്ക. ഇതൊക്കെ അതിൻ്റെ വേദികളിൽ പറഞ്ഞാൽ തിരുത്തേണ്ടവർ തിരുത്തണം എന്ന് പറയാതിരിക്കുമ്പം സുന്നത്ത് ജമാഅത്തിൻ്റെ രക്തം ഓടുന്നവർക്ക് അവർ രോമെടുത്ത് പിടിക്കും. അതാണ് ഇവിടെ വിഷയം. അത് പറയാൻ പാടില്ല എന്ന് നമ്മൾ പറയാൻ പറ്റുമോ? മറ്റത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് അവിടെ അടക്കം കൊടുക്കണ്ടേ? ആ അടക്കം കൊടുക്കുന്നതിന് പകരം നമ്മളെന്തെങ്കിലും പറയുമ്പം അതിനും അടക്കം കൊടുക്കാനാണ് വരുന്നത്. അപ്പോൾ ഓരോ പാർട്ടികളും അതിൻ്റെ കാര്യമായിട്ട് നടന്നോളി. സമസ്തയായിട്ട് കളിക്കാൻ വരണ്ട എന്നുള്ളത് പറയാനുള്ളൂ. സമസ്ത ദീനാണ്. ദുനിയാവ് അതിന് വലിയ പ്രശ്നമില്ല. ഈ ദീൻ ഇവിടെ രക്ഷിച്ചാലേ സംരക്ഷിക്കലാണ് സമസ്തയുടെ കടമ. അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് ഉലമാക്കന്മാരുടെ കടമയാണ് പറയൽ, നിരോധിക്കൽ എന്നുള്ളത് ഹദീസിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാരായാലും ശരി, അതിന് രാഷ്ട്രീയമോ അല്ലാത്തൊന്നും വ്യത്യാസം കണക്കൊന്നുമില്ല. അതുകൊണ്ട് നമ്മളൊരു രാഷ്ട്രീയത്തിൻ്റെ പേരിലല്ല, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല ഈ സമ്മേളനം നിശ്ചയിച്ചത്. തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിക്കുന്ന ഇത്രയും മുമ്പ് നിശ്ചയിച്ച സമ്മേളനമാണ്. അപ്പോൾ ആരും അങ്ങനെ ഭയപ്പെടുകയോ തെറ്റിദ്ധരിക്കുകയോ കബളിപ്പിക്കുകയോ ഒന്നും ചെയ്യേണ്ട. തെരഞ്ഞെടുപ്പ് അങ്ങനെ നടന്നോട്ടെ. സമസ്തക്ക് അതിലൊരു വിഷയവുമില്ല, ഒന്നും ഇടപെടേണ്ട ആവശ്യമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ തെറ്റുകൾ ചെയ്താൽ തെരഞ്ഞെടുപ്പാണെങ്കിൽ നമ്മൾ ഇടപെടും, പറയേണ്ടടുത്ത് പറയേണ്ടി വരും. അതൊക്കെ നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വഹാബികൾ വന്ന് സംഘടിപ്പിച്ചപ്പോൾ ഉണ്ടായ ഒരു സംഘടന എന്ന നിലയ്ക്ക് ഇതിവിടെ ആവശ്യമാണ്. അതിൻ്റെ ഭരണഘടന എഴുതി, സമസ്തയുടെ ഭരണഘടന. അതിൽ ഒന്നാമത്തെ ഭാഗം എന്താണെന്നറിയോ? ബിദഈ പ്രസ്ഥാനങ്ങളുടെ പൊള്ളത്തരങ്ങൾ മനസ്സിലാക്കി യഥാർത്ഥ വിശ്വാസം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ബാധ്യത, ഭരണഘടന. രണ്ടാമത് അതിനെതിരുള്ള പ്രസ്ഥാനങ്ങളെ പ്രതിരോധിക്കുക. രണ്ടും മനസ്സിലായില്ലേ? അപ്പോൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദ പ്രചരിപ്പിക്കുക, ബിദഈ പ്രസ്ഥാനക്കാരായ വഹാബികളെ എതിർക്കുക. പിന്നീടും കുറേ ബിദഅക്കാർ വന്നു, മൗദൂദികൾ വന്നു, ജമാഅത്തെ ഇസ്ലാമി, അതിനെ എതിർക്കണം, എല്ലാം എതിർക്കണം. അതൊന്നും ഇവിടെ വളരാൻ പാടില്ല. അതിന് വളരാതെ നിലം തൊടാതെ നിർത്തിയത് സമസ്തയാണ്. ജമാഅത്തെ ഇസ്ലാമിയൊക്കെ എന്തൊക്കെ പ്രലോഭനങ്ങൾ നടത്തി നോക്കി. എവിടെ ഉണ്ടവർ? ഉണ്ടാകാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? സമസ്ത ഉള്ളത് കൊണ്ട്, സമസ്തൻ്റെ പ്രവർത്തനം കൊണ്ട്. സമസ്ത ഭാഗത്ത് പ്രവർത്തിക്കണ്ട എന്നാരോ പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? സമസ്ത പ്രവർത്തിക്കണ്ട എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സമസ്ത ഒരു നയം പറഞ്ഞാൽ അതിനെതിരെ പറയുകയാണെങ്കിൽ നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല, അവരെ അടുപ്പിക്കാൻ പറ്റില്ല. ജമാഅത്തെ ഇസ്ലാമിനും മുജാഹിദിനൊക്കെ അകലം പാലിക്കണം തന്നെയാണ്. അത് നമ്മൾ മാത്രമല്ലല്ലോ, വഹാബികൾ വരെ പറയും ജമാഅത്തെ ഇസ്ലാമിനെ കുറിച്ച്, അവരടുപ്പിക്കാൻ പാടില്ല എന്ന് അറിയുന്നുണ്ട്. രണ്ടും നമുക്കൊരേ നാണയത്തിൽ രണ്ട് ഭാഗങ്ങളാണ്.
മറ്റുള്ള ആൾക്കാർ ഈ രാജ്യത്തുള്ള ജനാധിപത്യ വിശ്വാസികളൊക്കെ പറയുന്നില്ലേ, മതേതര സൗഹാർദ്ദത്തിൻ്റെ ആൾക്കാരൊക്കെ പറയുന്നില്ല അതിനടുപ്പിക്കാൻ പറ്റൂല എന്ന്. അവർ വേറെ നിലക്കാ പറയുന്നത്. ഈ നമുക്കുള്ള ഒരു ഭരണഘടന ഇവിടെ ഉണ്ട് നാട്ടിൽ, അതെല്ലാവർക്കും സ്വസ്ഥമായി നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയ ഒരു ഭരണഘടനയാണ്. അതിനെ അട്ടിമറിക്കുന്ന വിഷയങ്ങളാണ് അവരുടെ മാനിഫെസ്റ്റോ, അതാണ്. അതുകൊണ്ട് അവരെ തൊടാൻ പാടില്ലെന്ന് നമ്മൾ പറയുന്നു. അതിനേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർ തൊടുന്നുണ്ട് എന്നതുകൊണ്ട് നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല. അത് അവർ ചിന്തിക്കേണ്ടതാ. മനസ്സിലായി? അത് നമ്മൾ രാഷ്ട്രീയത്തെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആൾക്കാരോട് നമുക്ക് പറയാനുള്ളതാ, നിങ്ങൾ സുന്നികളാണോ സമസ്തക്കാരാണോ എങ്കിൽ അവരുമായിട്ടൊരു ബന്ധം പാടില്ല. വഹാബികളുമായിട്ട് ബന്ധമില്ല, അവരുമായിട്ട് ബന്ധമില്ല. അവരൊക്കെ ദീൻ പൊളിക്കുന്നവരാണ്. നമുക്ക് ദീൻ സംരക്ഷിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഈ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി രൂപീകൃതമായ ഈ ജംഇയ്യത്തുൽ ഉലമ, ആ ഉലമ ഇന്നും വളരെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും വളരെ ആലോചിച്ചതിന് ശേഷം അതിൻ്റെ മുസാവറ തീരുമാനം എടുക്കുകയുള്ളൂ. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വിശ്വാസികളെന്ന് പറയുന്നവർ, അതിൻ്റെ കീഴിൽ ആൾക്കാരെന്ന് പറയുന്നവർക്ക് അത് നിർബന്ധം ചെയ്തോളണം, അനുസരിച്ചോളണം, അല്ലേ പുറത്താ. എന്ത് തീരുമാനം എടുത്താലും വാഫി ഒഫിയ വിഷയത്തിൽ നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട്. തീരുമാനത്തിൽ വാഫി ഒഫിയ വിഷയം നമ്മൾ ഉണ്ടാക്കിയതാ, സമസ്തന്റെ സഹായത്തോടു കൂടെ അല്ലാതെ ഉണ്ടാവില്ലായിരുന്നു, ഉണ്ടാക്കിയതാ. പക്ഷേ അടുത്ത കാലത്ത് അതിൻ്റെ പോക്ക് തല തിരിഞ്ഞപ്പോൾ സമസ്ത പറഞ്ഞു പാടില്ല, അതുമായി ബന്ധപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞു. സമസ്ത ഇതുവരെ ഒരുപാട് സംഗതികൾ ചെയ്തു വന്നു. സമസ്തയുടെ പ്രവർത്തനത്തിൽപ്പെട്ടതല്ലേ മദ്രസകൾ. അത് കേരളത്തിൽ മാത്രമല്ല, ഇതര സംസ്ഥാനങ്ങളിലും ഇതര രാജ്യങ്ങളിലൊക്കെ വന്നു. അത് അന്യ സംസ്ഥാനങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു പദ്ധതിയാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ എത്രയോ കോളേജുകൾ ഉണ്ടാക്കി, അറബി കോളേജ്, ഇതുപോലെ തന്നെ SNEC പോലെയുള്ള കോളേജുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. മദ്രസകൾ അംഗീകരിച്ചു കൊണ്ടിരിക്കുക. 1000-ൽ പരം മദ്രസകൾ ഇപ്പോൾ ഈ ഇടയെ ഉണ്ടാക്കി കഴിഞ്ഞു. അതുപോലെ ഇതിൻ്റെ പ്രവർത്തനങ്ങളാണ്. അവിടെ പറയുകയാണെങ്കിൽ അവിടെ നിസ്കരിക്കേണ്ട എങ്ങനെ കുട്ടികൾക്ക് അറിയില്ല. വളരുന്ന തലമുറയ്ക്ക് ദീനിയായിട്ടൊരു ബന്ധവുമില്ല, ഒന്നും അറിയില്ല. അവരെ ഇസ്ലാമിൻ്റെ പാത കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരുടെ പ്രവൃത്തിയല്ലേ. ആ അമ്പിയാക്കന്മാരുടെ പ്രവൃത്തി ഇവിടെ നടത്തുന്ന ഒരു സംഘടനയെ നിങ്ങൾക്ക് വലിച്ചു കീറാൻ എങ്ങനെ കഴിയുക? നിങ്ങളുടെ മറ്റുള്ള വേദികളിൽ വെച്ച് അതിനെ ഒലുമ്പാൻ നിങ്ങൾക്ക് കഴിയോ? അത് നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന പണിയല്ലേ. അതുകൊണ്ട് സമസ്ത എന്ന് പറയുന്നത് അമ്പിയാക്കന്മാരുടെ ദൗത്യം നിർവഹിക്കുന്ന അവരെ അള്ളാഹു തആല ഏൽപ്പിച്ച പണിയെടുക്കുന്നവരാണ്. അവരെ കൂടെ വക്കൂനു മഅ സ്വാദിഖീൻ എന്നാണ്. സാദിഖീങ്ങളുടെ കൂടെ നിൽക്കണം, സാദിഖീങ്ങളുടെ കൂടെ, സത്യവാന്മാരോട് കൂടെ നിൽക്കണം. നേരത്തെ ഇവിടെ ഉസ്താദ് പറഞ്ഞല്ലോ പല കാര്യങ്ങളും. ഒമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ. അള്ളാഹുവിന് വഴിപ്പെട്ടൊരുത്തൻ അള്ളാഹുവിനും റസൂലിനും വഴിപ്പെട്ടാൽ അവർക്കുള്ള പ്രതിഫലം പറഞ്ഞാൽ എന്താ? സ്വർഗ്ഗമുണ്ട് എന്നല്ല പറയുന്നത്. നമ്മൾ ദ്വാരക്കുന്നു അങ്ങനെയല്ല, ഇഹ്ദിന സിറാത്ത് ഞങ്ങൾ സ്വർഗത്തിലാക്കണം എന്നല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, സിറാത്ത് മുസ്തഖീമിലാക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ അള്ളാഹുവിനും റസൂലിനെയും വഴിപ്പെടുന്നവരെ അള്ളാഹു തആല സ്വർഗത്തിലാക്കുമെന്ന് പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞത്? ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയായിരിക്കും അവരെന്ന് പറഞ്ഞു. നേരത്തെ കുറേ കൂടെനെ സംബന്ധിച്ച് മൂപ്പര് പറഞ്ഞു. അപ്പോൾ നമ്മൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ അവരുടെ കൂടെയായിരിക്കും എന്ന് പറഞ്ഞാൽ ആ കൂടെ അവലാണ് വലിയ സംഗതി. കൂടെയാ മറ്റോടത്ത് എത്തിയല്ലോ, അവർ സ്വർഗത്തിലായിരിക്കും. അപ്പോൾ അവരെ കൂടെ ആയാൽ എന്ന് പറഞ്ഞാൽ അവർ സ്വർഗത്തിലെത്തും എന്നർത്ഥം. അപ്പം അതുകൊണ്ട് ആ ശൈലി, അവരെ കൂടെ കൂടണം, അവരെ കൂട്ടി പിടിക്കണം, അവരെന്താക്കരുത്, അവരായിട്ട് തെറ്റിപ്പിരിയരുത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈമാൻ നശിച്ചു പോകും. ഈമാനിൻ്റെ കാര്യമാണ്. അതുകൊണ്ട് സമസ്ത ആലിമീങ്ങൾ പറയുന്ന, കാണിച്ചു തരുന്ന പാതയിൽ കൂടെ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. ആ കടമ നിർവഹിക്കുന്നതിൽ നമ്മുടെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഇതിനോടുകൂടെ അല്ലു അലൈഹാ ബിൻ നവാജിദി എന്ന് സഫീഉനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അണ്ണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം. നിങ്ങളൊരു പക്ഷെ കുറവായിരിക്കാം, ന്യൂനപക്ഷമായിരിക്കാം, അന്തോ ആയിക്കോട്ടെ, നിങ്ങളുള്ളവരെന്താക്കണം, അതിനെ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളോടാ പറഞ്ഞത്. ആ അണപ്പല്ല് പൊട്ടിത്തീരുന്നവരെ നമ്മൾ എന്താക്കുക, അതിനെ കടിച്ചു പിടിക്കുക ചെയ്യും ഇൻഷാ അല്ലാഹ്. അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ അർഹമുർ റഹീമായ തമ്പുരാൻ
അള്ളാഹു അനുഗ്രഹിച്ച മഹാന്മാരായ ഉലമാക്കൾ ഔലിയാക്കൾ അണിനിരന്ന സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ അടിയുറച്ച് നിൽക്കണം എന്നാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്.